ഹലോ മക്കളെ, എല്ലാവർക്കും സ്വാഗതം. റീബുക്ക് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബിഗ് ന്യൂസായിട്ട് നമ്മുടെ SSLC കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ ഓണത്തിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അത് ഡിസ്കസ് ചെയ്യാനും പിന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പറയാനും അഥവാ പോർഷൻസ് പറയാനും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു രണ്ട് ദിവസം ഇല്ല, നമുക്കൊരു 2 ദിവസം പോലും ഇല്ല. 12, 13 അഥവാ നാളെ കഴിഞ്ഞാണ് നമ്മുടെ എക്സാം തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഇടാം, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാലും മതി. എന്നാൽ നമ്മുടെ ഗോൾഡൻ ബാച്ച് ഉണ്ട്, നിങ്ങൾക്ക് ചേരാം. എന്നാൽ നമ്മുടെ ടൈം ടേബിളിലേക്ക് പോവാം. ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പണ്ടത്തെ ടൈം ടേബിൾ, ഇതാണ് നമ്മുടെ പുതുക്കിയ ടൈം ടേബിൾ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകും. ഇത് നിങ്ങൾക്ക് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് നമുക്ക് ഇടാമെന്ന് വിചാരിച്ചിരുന്നത്. ഇത് പിന്നീട് മാറ്റി. ഇവിടെ ഈ മലയാളം സെക്കൻഡ് മാത്രമാണ് മാറിയിട്ടുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക, മലയാളം സെക്കൻഡും പിന്നെ ടൈമിനും മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളൂ. ടൈമിന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മലയാളം, ഫസ്റ്റ് ഹിന്ദിയാണ്. ഇവിടെയും നിങ്ങൾക്ക് എന്താണ്, ഫസ്റ്റ് മലയാളം ഫസ്റ്റ് ഇവിടെ മലയാളം ഫസ്റ്റും പിന്നെ ഹിന്ദിയാണ്. മലയാളം ഫസ്റ്റും ഹിന്ദിയാണ്. ഇനി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം അഥവാ നിങ്ങൾക്ക് 13-ാം തീയതി പരീക്ഷ തുടങ്ങും. 13-ാം തീയതി വ്യാഴാഴ്ച പരീക്ഷ തുടങ്ങും. അപ്പോൾ വ്യാഴാഴ്ച നിങ്ങൾക്ക് മലയാളം ഫസ്റ്റും ഹിന്ദിയാണ്. ഇനി അടുത്ത ദിവസം 14-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഒരു പരീക്ഷയുള്ളൂ, അത് കെമിസ്ട്രിയാണ്. മലയാളം സെക്കൻഡ് അവിടെ നിന്ന് മാറ്റി. രാവിലെയാണ് കെമിസ്ട്രി. പിന്നെ അടുത്ത ദിവസം പിന്നെ നിങ്ങൾക്ക് 2 ദിവസം അവധിയാണ്. പിന്നെ നിങ്ങൾക്ക് 15-ഉം 16-ഉം ഇല്ല. നിങ്ങളൊരു സ്റ്റഡി ലീവായിട്ടത് കൂട്ടണം. എന്താണ് സ്റ്റഡി ലീവായിട്ട് ഇത് കൂട്ടണം. കാരണം നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ പരീക്ഷയായിട്ട് ഇംഗ്ലീഷാണ് വരാൻ പോകുന്നത്. ഇംഗ്ലീഷ് 80 മാർക്കിൻ്റെ ആണ്. അത് കറക്റ്റായിട്ടാണ് പോയേക്കണേ. ഇംഗ്ലീഷ് 80 മാർക്ക്. പക്ഷെ നിങ്ങൾ നമ്മുടെ പരീക്ഷയാണ് കേട്ടോ ഇംഗ്ലീഷ്. അത് നിങ്ങൾ പേടിക്കേണ്ടത്, നമ്മൾ സെറ്റാക്കും. ഇനി നിങ്ങൾക്ക് പണി വരാൻ പോകുന്നത് സോഷ്യൽ പരീക്ഷയ്ക്കാണ്. സോഷ്യലിന് ആ മലയാള സെക്കൻഡും കൂടി വരും. കാരണം ഇവിടെ കെമിസ്ട്രിയുടെ കൂടെ ഈ മലയാള സെക്കൻഡ് ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് 80 മാർക്കിന് പഠിച്ചാൽ മതി. അഥവാ 40 ഈ 80 മാർക്കിന് പഠിച്ചാൽ മതി. പക്ഷേ സോഷ്യലിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 80 മാർക്കാണ് സോഷ്യൽ. അപ്പോൾ ഈ മലയാള സെക്കൻഡും കൂടിയും പഠിക്കുമ്പോൾ അഥവാ 18-ാം തീയതി മലയാള സെക്കൻഡും കൂടിയും പഠിക്കുമ്പോൾ എത്രയായി? 80-ഉം 40-ഉം എത്രയായി? നിങ്ങൾക്ക് 120 മാർക്കിന് പഠിക്കേണ്ടി വരും. 120 മാർക്കിന് പഠിക്കണം. ഇനി 19-ാം തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് മാത്സാണ്, അഥവാ ഗണിതം. മാത്സാണ്. പിന്നെ നിങ്ങൾക്ക് 20-ാം തീയതിയാണ് പിന്നെ പരീക്ഷ, അടുപ്പിച്ചാണ്. അന്ന് ഫിസിക്സും ബയോളജി. ഇവിടെ സമയത്തിനാണ് കുറച്ചും കൂടി മാറ്റം വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഉച്ച കഴിഞ്ഞിട്ടുള്ള പരീക്ഷകളൊക്കെ നേരത്തെ ഈ ഒരു കെമിസ്ട്രിയുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ 2 മണിക്കൊക്കെ ആയിരുന്നു. പിന്നെ ബയോളജിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് 1:30. ഈ പ്രാവശ്യം എല്ലാം 1:30 ആക്കിയിട്ടുണ്ട്. അഥവാ 2 മണിക്കുള്ള പരീക്ഷ നമുക്ക് 2 മണിക്ക് ഒരു പരീക്ഷയില്ല. നമുക്ക് ഉച്ചയ്ക്കുള്ള പരീക്ഷ എപ്പോഴും 1:30 മാത്രമാണ് ഉള്ളത്. പിന്നെ സെപ്റ്റംബർ 1-ാം തീയതി വരെ നമ്മുടെ ആർക്ക് ക്ലാസ് ഉണ്ട്? 8-ഉം 9-നും ഉണ്ട്. അഥവാ സെപ്റ്റംബർ 1-ാം തീയതി അവർക്കൊരു കലാകായിക ഇതുണ്ട്. പക്ഷെ നമുക്കില്ല, നമുക്ക് നേരത്തെ കഴിയും. നേരത്തെ കഴിയുമെന്നല്ല, എല്ലാവർക്കും ഒരുമിച്ചാണ് കഴിയുക. പിന്നെ നമുക്ക് 20-ാം തീയതി കഴിയും. നമ്മുടെ 8-ന് ലാസ്റ്റ് മലയാളം സെക്കൻഡ്. ഇതിപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെയാണ്, ഒന്നുകൂടി പറയാം. 13-ാം തീയതി വേണമെങ്കിൽ ഒരു സ്ലൈഡ് എടുത്ത് പറയാം. പേജ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക.
നമുക്ക് വേണമെങ്കിൽ കോളം വരയ്ക്കാം. കോളം വരയ്ക്കാവേ. ഓക്കെ, ഓക്കെ 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 നോക്കാം. ഇവിടെ നമ്മൾ ഡേറ്റ് എഴുതും. ഇവിടെ നമ്മൾ ഡേറ്റ് എഴുതും. ഇവിടെ നമ്മൾ ടൈം എഴുതും. ഇവിടെ നമ്മൾ സബ്ജക്റ്റ് എഴുതും. ഓക്കെ, പിന്നെ മലയാളം മീഡിയത്തിന് സെപ്പറേറ്റ് ആയിട്ട് പറയണ്ടല്ലോ. ഇത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് നോക്കിയാൽ മതി. ഓക്കെ, ആദ്യം 13-ാം തീയതി നിങ്ങൾക്ക് എപ്പോഴേക്കാം രാവിലെ 10 മണി തൊട്ട് 11:45 വരെ 11:45 വരെ നിങ്ങൾക്ക് എന്താണ് മലയാളം ഫസ്റ്റാണ്. മലയാളം ഫസ്റ്റ് മാത്രമല്ല, ഉറുദു, അറബി അതേപോലത്തെ സബ്ജക്റ്റുകൾ. ഓക്കെ, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അന്ന് തന്നെ ഉച്ചയ്ക്ക് ഒരു 1:30 തൊട്ട് 3:15 വരെ എന്താണ് ഹിന്ദിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ദിവസത്തെ കഴിഞ്ഞു. ഇനി 14-ാം തീയതി 14-ാം തീയതി രാവിലെ 10 തൊട്ട് 11:45 വരെ കെമിസ്ട്രി. അപ്പോൾ ആ ഒരു ഇതും കഴിഞ്ഞു. ഞാൻ കെമിസ്ട്രീനെ ചെറുതാക്കിയതാണ്. പിന്നെ 17-ാം തീയതി 15-ഉം 16-ഉം ഇല്ല. 17-ാം തീയതി രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:15 വരെ. കാരണം എന്താണത്? അത് ഇംഗ്ലീഷിൻ്റെ പരീക്ഷയാണ്. അത് 80 മാർക്കിനാണ്. അതുകൊണ്ട് 2.5 മണിക്കൂറായിരിക്കും പരീക്ഷ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടി 2 മണിക്കൂർ. ഓക്കെ, എന്നാൽ 2.5 മണിക്കൂറാണ് പരീക്ഷ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇംഗ്ലീഷ്. ഓക്കെ, ഇനി ഒരു പേജും കൂടി എടുക്കേണ്ടി വരും. എടുക്കാലോ, പ്രശ്നമില്ലല്ലോ. നമുക്ക് എത്ര വേണമെങ്കിൽ പേജ് എടുക്കാം. പേജിനൊരു പ്രശ്നമില്ല. നമ്മൾ പേജൊക്കെ എടുത്ത് കറക്റ്റായിട്ട് പഠിക്കണം. ഇത് കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കി വെക്കാറുണ്ട്. ഇത് ഫുള്ളോടെ ഇങ്ങനെ നീക്കണം. ഓക്കെ, ഇനി ഓക്കെ അത് മതി. നമ്മൾ കൂടുതലേക്കൊന്നും പോകണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താ എഴുതിയെന്ന്? ഓക്കെ, ഇവിടെ ഡേറ്റാണ്, ഇവിടെ ടൈമായിരുന്നു എഴുതിയത്, ഇവിടെ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ഒരു 17. ഇനി 18-ാം തീയതി നിങ്ങൾക്ക് രാവിലെ 10 മണി മുതൽ 12:45 വരെ. ഓക്കെ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോളായിരുന്നു, പെട്ടെന്നെടുത്ത്. ഓക്കെ, അപ്പോൾ ഒരു കോള് വന്നു കേട്ടോ, അതോ പെട്ടെന്ന് ഇതായിപ്പോയി. അപ്പോൾ 10 മണി മുതൽ 12:45 വരെ 12:45 വരെ ഏതാണ് സബ്ജക്റ്റ് നിങ്ങൾക്ക്? സോഷ്യലാണ്. ഓക്കെ, സോഷ്യലിനെ നമ്മൾ SS എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? SS എന്നല്ലേ വിളിക്കുക. ഇനി അന്ന് തന്നെ ഉച്ചയ്ക്കൊരു 1:30 തൊട്ട് 3:15 വരെ മലയാളം സെക്കൻഡ്. മലയാളം സെക്കൻഡ്
ഓക്കെ, അപ്പോൾ അന്നത്തേയും തീർന്നു. ഇനി 19-ാം തീയതി. ഈ 19-ാം തീയതി രാവിലെ 10 മണി തൊട്ട് 12:45 വരെ മാത്സ്. അങ്ങനെ 19-ാം തീയതിയും തീർന്നു. ഇനി 20-ാം തീയതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 മണി തൊട്ട് 11:45 വരെ ഫിസിക്സും പിന്നെ 1:30 തൊട്ട് എത്ര മണിയാണ് 3:15 വരെ നിങ്ങളുടെ എന്താ ബയോളജി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇത് തീർന്നു. ഇനി ഒന്നും കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് 13-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത്. 13-ാം തീയതി വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച നിങ്ങൾക്ക് ഫസ്റ്റ് പരീക്ഷ 10 മണി തൊട്ട് 11:45 വരെ മലയാളം ഫസ്റ്റ്. പിന്നെ ഉച്ചയ്ക്ക് 1:30 തൊട്ട് 3:15 വരെ ഹിന്ദി. അതിനുശേഷം അടുത്ത ദിവസം വെള്ളിയാഴ്ച 14-ാം തീയതി അന്ന് നിങ്ങൾക്ക് രാവിലെ 10 മണി തൊട്ട് 11:45 വരെ കെമിസ്ട്രി. ഒരു വിഷയമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് 16-ഉം 17-ഉം സ്റ്റഡി ലീവായിട്ട് കൂട്ടി ഇംഗ്ലീഷിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അഥവാ 17-ാം തീയതി. ഇനി പിന്നെ തിങ്കളാഴ്ച 17-ാം തീയതി ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് 18-ാം തീയതി ചൊവ്വാഴ്ച സാമൂഹ്യ ശാസ്ത്രവും 1-ാം ഭാഷ പേപ്പർ 2 അഥവാ സോഷ്യൽ സയൻസും നിങ്ങളുടെ മലയാളം സെക്കൻഡ്. പിന്നെ 19-ാം തീയതി നിങ്ങൾക്ക് മാത്സ് ഗണിതം. 20-ാം തീയതി ലാസ്റ്റ് പരീക്ഷ ഫിസിക്സും ബയോളജി. ഓക്കെ, അതോടുകൂടെ നിങ്ങളുടെ ഒരു ഓണപ്പരീക്ഷ നിങ്ങൾക്ക് തീരണത് ഫസ്റ്റ് ടൈം എക്സാം എന്ന് പറയും. എന്നാൽ എത്ര ചാപ്റ്റർ ഉണ്ട് സാറേ? എല്ലാത്തിലും എത്ര ചാപ്റ്റർ ഉണ്ട്? അഥവാ എത്ര പോർഷൻ ഉണ്ട്? ഓക്കെ, പല ടീച്ചർമാരും ചിലപ്പോൾ പോർഷനൊന്നും പറഞ്ഞു തന്നില്ല. ഇപ്പോൾ പഠിപ്പിച്ചത് അത്രയും പഠിക്കാൻ പറയും. ചിലപ്പോൾ സെക്കൻഡ് ടേമിലേക്കുള്ളതും കൂടി പഠിപ്പിച്ചിട്ടുണ്ടാവും. സെക്കൻഡ് ടേമിലേക്കുള്ളതും കൂടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത്രയും പഠിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ അത്രയും പരീക്ഷയ്ക്കുണ്ടാവും. ചിലപ്പോൾ അത്ര ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ ഉണ്ടെന്നൊന്നും ഇതുവരെ കിട്ടിയൊരു അറിയിപ്പിൽ നമ്മൾ പറയാൻ പോവാണ്. ഫസ്റ്റ് മലയാളം ഫസ്റ്റ് അഥവാ കേരള പാഠാവലിയിൽ ഫസ്റ്റ് യൂണിറ്റായ ഭാഷ പൂത്തും സംസ്കാരം തളർത്തും. ഓക്കെ, തളർത്തും എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിൽ നിന്ന് 3 ചാപ്റ്ററാണ്. ആദ്യത്തെ 3 ചാപ്റ്ററുണ്ട്. ഫസ്റ്റത്തെ ചാപ്റ്റർ കഥകളതി മോഹനം, 2ാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ, 3ാമത്തെ ചാപ്റ്റർ മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി. പിന്നെ യൂണിറ്റ് 2 അത് തമിഴാണല്ലോ. ഉണ്മയാത്തൻ പോൽ. ഓക്കെ, ഉള്ളിലാണെപ്പോഴും ഉണ്മയാണ് തൻ പോൽ. ഓക്കെ, കൊള്ളാം. ഓക്കെ, അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അഥവാ നിങ്ങൾക്ക് 5 ചാപ്റ്ററുകളാണ് ഞാൻ പറയാം. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് 5 ചാപ്റ്ററുണ്ട്. അതിലെ ഫസ്റ്റ് യൂണിറ്റിൽ 3 ചാപ്റ്റർ, സെക്കൻഡ് യൂണിറ്റിൽ 2 ചാപ്റ്റർ. അഥവാ റെസിസ്റ്റൻ്റ് എഡിറ്റർ, പിന്നെ അന്നത്തെ മോശം. നല്ല ചാപ്റ്ററുകളാണ്. ഇനി ഹിന്ദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ സഫറോം കി ജുഗൽബന്ദി. അത് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കണതുകൊണ്ട് മറ്റേ ഭാഷയൊക്കെ കുറച്ചുകൂടി ഇതുണ്ടാവും. ഓക്കെ, സഫറോം കി ജുഗൽബന്ദി. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ കിടുക്കിന്ന്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് കിടുക്കി എന്നാണ്. ഓക്കെ, കിടുക്കി. 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പറയാൻ പറ്റില്ല. ഓക്കെ, 3ാമത്തെ ചാപ്റ്റർ റേം ബസേരമേ. പിന്നെ 2ാമത്തെ യൂണിറ്റിലേക്ക് വന്നു. പിന്നെ മേരി ദുനിയ കി തമൻ ബച്ചേ. 5ാമത്തെ ചാപ്റ്റർ വൈറ്റ് ക്യാപ്പ്. വാവ്. ഇനി മലയാളം സെക്കൻഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റ് അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ചിത്രകാരി, 2ാമത്തെ ചാപ്റ്റർ ഖൽബിലെ നിലാവ്, 3ാമത്തെ ചാപ്റ്റർ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. നല്ല ചാപ്റ്ററുകളാണെന്ന് തോന്നില്ലേ. ഇനി കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സ് നോർമൽ ഫീച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം. 2ാമത്തെ ചാപ്റ്റർ
കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. മൂന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺസെൻട്രേഷൻ. ഓക്കെ, ഇനി നമ്മുടെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഞാൻ തന്നെ കൊടുത്തോണ്ടേ പ്രശ്നമില്ല. ഓക്കെ, ഇംഗ്ലീഷിൽ നമ്മൾ തന്നെ ആയതുകൊണ്ട് വേറെ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ട്രയൽസ് ആൻഡ് ട്രബിൾസിലെ ഫസ്റ്റ് ചാപ്റ്റർ അഥവാ നമ്മൾ പൊളിയൊക്കെ എടുത്ത എ വെരി ഓൾഡ് മാൻ വിത്ത് അനോമസിൻസ്, അതിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ഇൻ ദ ആറ്റിക് ആണ്. പിന്നെ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ചാപ്റ്റർ. പിന്നെ നിങ്ങൾക്ക് യൂണിറ്റ് 2-ലെ പാത്ത് ആൻഡ് പ്രോഗ്രസ് എന്ന് പറഞ്ഞ ബ്രേക്കിംഗ് ആൻഡ് ബാരിയേഴ്സ് ഐ വിൽ ഫൈ. പിന്നെ 5-ൽ എ ഫിനിക്സ് റൈസ് എന്ന് പറഞ്ഞു. പിന്നെ ഇനി നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ഒരു 3 ചാപ്റ്റർ ഉണ്ട്. ഫസ്റ്റത്തെ 3 ചാപ്റ്റർ. സെക്കൻഡ് അഥവാ ജോഗ്രഫിയിലെ 3 ചാപ്റ്റർ അഥവാ അല്ലോന്ന്. അപ്പോൾ ഈ ഇടയ്ക്ക് കോള് അല്ല അതിൻ്റെ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ. സെക്കൻഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 1, 2, 4 ചാപ്റ്ററുകൾ അഥവാ മൂന്നാമത്തെ ചാപ്റ്റർ ഇല്ല സെക്കൻഡിൽ. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെച്ചേ. ഇനി മാത്സിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ്, പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൽജിബ്ര, നാലാമത്തെ ചാപ്റ്റർ മാത്തമാറ്റിക് ചാർട്ട്സ്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരിക, നിങ്ങൾക്ക് 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് സാറ് പറഞ്ഞായിരുന്നു. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അതിൽ നിന്നും ചിലപ്പോൾ കുറച്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു 2 ചാപ്റ്ററിൽ നിന്നാണ് മെയിൻ ആയിട്ടൊരു 36 മാർക്കിനും ഒരു 38 മാർക്കിനും വരിക. ഓക്കെ, അത് സാറ് പറഞ്ഞായിരുന്നു 38 മാർക്കോളം അതിൻ്റെ അകത്തു നിന്നാണ് വരിക. അപ്പോൾ 80 മാർക്കിൽ 38 മാർക്ക് വാങ്ങിക്കാൻ തന്നെ നിങ്ങൾക്ക് ജയിക്കാം. ഓക്കെ, അപ്പോൾ ആ 2 ചാപ്റ്ററും മാക്സിമം പഠിച്ചു വച്ചിരിക്കുക എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ ഒരു അരിത്തമെറ്റിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ നിന്നാണോ അതോ ഇതിൽ നിന്നാണോ ഒരു ചാപ്റ്ററിൽ നിന്നാണോ തോന്നുന്നു 38 മാർക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഫിസിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് വേവ്സ്, ലെങ്സ്, പിന്നെ മൂന്നാമത്തെ ചാപ്റ്ററായ ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന് പറഞ്ഞു. ഇനി ബയോളജിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ജെനറ്റിക്സ് ഓഫ് ലൈഫ്, പിന്നെ പാത്ത് ഓഫ് എവല്യൂഷൻ. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പോർഷൻ കഴിഞ്ഞു. പിന്നെ നമ്മുടെ SSLCയുടെ ഗോൾഡൻ ബാച്ചിന് നിങ്ങൾക്ക് വെറുതെ ജോയിൻ ചെയ്യാമെന്നുള്ളൂ. കാരണം ജോയിൻ ചെയ്യാൻ വേണ്ടി ആദ്യം നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ അകത്ത് അപ്ഡേറ്റ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. എന്തുണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ നമ്മുടെ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ വാട്സപ്പ് ചാനലിലും കൂടി ചെയ്യുക. പിന്നെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഈ റീബുക്ക് എഡ്യൂക്കേഷൻ SSLC എന്ന് പറഞ്ഞ ഓക്കെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കും. എന്നാൽ ഒരു ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. ഓണപ്പരീക്ഷ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങൾ. ഓക്കെ, ഓണ എക്സാം നിങ്ങൾ പൊളിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.